നമസ്കാരം. 24 റൗണ്ടപ്പ് ആരംഭിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രവിതാലക്ഷ്മി. വിശദമായ വാർത്തകളിലേക്ക്. ഇന്ത്യക്ക് 25% ഇറക്കുമതി തീരുവ ചുമത്തി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. റഷ്യയിൽ നിന്ന് സൈനിക ഉപകരണങ്ങൾ വാങ്ങിയതിന് 10% പിഴയും ചുമത്തി. വെള്ളിയാഴ്ച മുതൽ പുതിയ തീരുവ പ്രാബല്യത്തിലാകും. ആയുധങ്ങൾക്കും എണ്ണയ്ക്കും ഇന്ത്യ റഷ്യയെയും ചൈനയെയുമാണ് കൂടുതൽ ആശ്രയിക്കുന്നതെന്ന് കുറ്റപ്പെടുത്തിയാണ് ട്രംപിന്റെ തീരുമാനം. വിവരങ്ങളുമായി ഗോകുൽ രവി ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുകയാണ്. ഗോകുൽ, ഇത് മുൻപ് ഇന്ത്യ പ്രതീക്ഷിച്ചിരുന്ന ഒരു തീരുമാനം തന്നെയല്ലേ? ഇതിനെ മറികടക്കാൻ പലതരത്തിലുള്ള ചർച്ചകൾ നടത്തിയെങ്കിലും അതൊന്നും ഫലം കണ്ടില്ല. ഇപ്പോഴുള്ള ട്രംപിന്റെ ഈ ഒരു തിരിച്ചടി അത് ഏത് തരത്തിലായിരിക്കും ഇന്ത്യൻ വ്യാപാരത്തെ ബാധിക്കുക? പ്രവിധ ഏതാണ്ട് ഏപ്രിൽ മുതൽ ഇങ്ങോട്ട് ട്രംപിന്റെ ഈ പകരം തീരുവ പ്രഖ്യാപനത്തിന് ശേഷം ഇങ്ങോട്ട് 5 റൗണ്ട് ചർച്ചകളാണ് നടന്നത്. ഇന്ത്യ അമേരിക്ക ഒരു വ്യാപാര കരാർ രൂപപ്പെടുത്തുന്നതിലേക്ക്. ആ 5 റൗണ്ട് ചർച്ചകളും പരാജയപ്പെട്ട അല്ലെങ്കിൽ വഴിമുട്ടി നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ട്രംപിന്റെ ഈ പ്രഖ്യാപനം വരുന്നത്. ഓഗസ്റ്റ് 1 മുതലാണ് വിവിധ രാജ്യങ്ങൾക്ക് ട്രംപ് ഈ പകരം അല്ലെങ്കിൽ റെസിപ്രോക്കൽ ടാക്സ് ചുമത്താൻ നിശ്ചയിച്ചിരിക്കുന്നത്. അത് പല രാജ്യങ്ങൾക്കും പല റേറ്റുകളാണ്. പല രാജ്യങ്ങളും യൂറോപ്യൻ യൂണിയൻ ആണെങ്കിലും ജപ്പാൻ ആണെങ്കിലും അമേരിക്കയുമായി ഇപ്പോൾ കരാറിലെത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്ത്യക്ക് അമേരിക്ക മുന്നോട്ട് വെക്കുന്ന വ്യവസ്ഥകളോട് യോജിക്കാൻ കഴിയാത്തതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഒരു കരാർ പ്രാബല്യത്തിലാവാത്തത്. ഇനി 2 ദിവസം മുന്നിലുണ്ടെങ്കിൽ പോലും അതിനു മുമ്പ് തന്നെ അമേരിക്കൻ പ്രസിഡന്റിന്റെ ട്രൂത്ത് സോഷ്യലിലെ പ്രഖ്യാപനം വന്നിരിക്കുന്നു. ഇന്ത്യക്ക് 25% തീരുവ ചുമത്തുകയാണ്. അതിന് കാരണങ്ങളായി ട്രംപ് ചൂണ്ടിക്കാട്ടിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഇന്ത്യയിൽ ഇറക്കുമതി തീരുവ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഉയർന്നതാണ്. വലിയ തീരുവ ഇന്ത്യ ചുമത്തുന്നുണ്ട്. ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ തീരുവ ചുമത്തുന്ന രാജ്യമാണ് ഇന്ത്യ എന്ന് ആരോപിക്കുന്നു. അതിനോടൊപ്പം തന്നെ അമേരിക്കൻ പ്രസിഡന്റ് പറയുന്ന 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടിയുണ്ട്. ഇന്ത്യ ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ വാങ്ങുന്നത് റഷ്യയിൽ നിന്നാണ്. ഒപ്പം ഇന്ധനം ഏറ്റവും കൂടുതൽ എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് റഷ്യയിൽ നിന്നാണ്. ഈ 2 കാര്യങ്ങൾ യുക്രൈൻ യുദ്ധത്തിനെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് യുക്രൈൻ നേരെ ആക്രമണം നടത്തുന്ന റഷ്യയ്ക്ക് സഹായകരമാണ് ഈ 2 കാര്യങ്ങളും. അതുകൊണ്ട് തന്നെ ഇന്ത്യയുമായി വലിയ സൗഹൃദമുണ്ടെങ്കിൽ പോലും ഈ തീരുവയുടെ കാര്യത്തിൽ പിന്നോട്ടില്ല. 25% നികുതി റെസിപ്രോക്കൽ ടാക്സ് ഇന്ത്യക്ക് ചുമത്തും, പകരച്ചുങ്കം ചുമത്തുമെന്നതാണ്. ഇത് ബാധിക്കുക ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്കുള്ള കയറ്റുമതിയിലാണ്. ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി, മത്സ്യവിഭവങ്ങൾ അടക്കമുള്ള ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതിയിൽ വലിയ തിരിച്ചടി ഉണ്ടാകും. അമേരിക്ക ആവശ്യപ്പെടുന്നത് ഇന്ത്യയിലെ കാർഷിക മേഖലയിലേക്കും ഡിജിറ്റൽ മേഖലയിലേക്കും പിന്നെ ജനിതക വിളകളുടെ ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതി, ഇത്തരം ചില കാര്യങ്ങളാണ് അമേരിക്ക ആവശ്യപ്പെടുന്നത്. ഓട്ടോമൊബൈൽ രംഗം ഒക്കെ അമേരിക്കയ്ക്ക് തുറന്നു നൽകണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ ഇത് ഗ്രാമീണ മേഖലയെ, കർഷകരെ, സാധാരണക്കാരായ ഇന്ത്യയിലെ ജനങ്ങളെ വലിയ തോതിൽ ബാധിക്കും എന്നതിനാലാണ് ഇന്ത്യ ആ വ്യവസ്ഥകളോട് യോജിക്കാത്തത്. മാത്രമല്ല ജപ്പാൻ ഏറ്റവും ഒടുവിൽ കരാറിൽ ഒപ്പിട്ട ജപ്പാനും അമേരിക്കയും തമ്മിൽ ആ വ്യവസ്ഥകളിൽ വലിയ തർക്കങ്ങൾ അതിനുശേഷവും നിലനിൽക്കുന്നു. ഇതൊക്കെ കൊണ്ടാണ് ഇന്ത്യ ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോകുന്നത്. ഗോകുൽ രവിയാണ് വിശദമായ വിവരങ്ങൾ ന്യൂസ് ഡെസ്കിൽ നിന്ന് നൽകിയത്. ഉള്ളുപൊട്ടി ഒരാണ്ട്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ജീവൻ നഷ്ടമായവർക്ക് സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ ആദരമർപ്പിച്ചു. ഓർമ്മകൾ ഏറെയുള്ള ദുരന്തഭൂമിയിലേക്ക് നിരവധി പേരാണ് ഇന്നെത്തിയത്. അധ്വാനത്തിന്റെയും സന്തോഷത്തിന്റെയും സ്വപ്നങ്ങളുടെയും ഭൂമിയായിരുന്നു മുണ്ടക്കൈയും ചൂരൽമലയും. ജൂലൈ 30 രാത്രി 1:30 ഈ ഭൂമി ദുരന്ത ചിത്രമായി മാറിയത്. 1ാം ഓർമ്മദിനത്തിൽ ആ നാട് വീണ്ടും ഒന്നിച്ചു. ജൂലൈ 30 ഹൃദയഭൂമിയിൽ ഏറെ വൈകാരികമായിരുന്നു കാഴ്ചകൾ. ഹൃദയഭൂമിയിൽ സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ മരിച്ചവർക്ക് ഗാർഡ് ഓഫ് ഓണർ. മന്ത്രിമാരുടെയും ജനപ്രതിനിധികളുടെയും മതമേലധ്യക്ഷന്മാരുടെയും നേതൃത്വത്തിൽ പുഷ്പാർച്ചനയും സർവമത പ്രാർത്ഥനയും. നമ്മിൽ നിന്ന് വേർപിരിഞ്ഞു പോയ നമ്മുടെ പ്രിയപ്പെട്ടവരെ നമുക്ക് ഒരു നിമിഷം ഓർക്കാം. അവരെ ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ചൂരൽമലയിലും ദുരന്തത്തിന്റെ ഇരകളുടെ ഓർമ്മദിനാചരണം നടന്നു. വെള്ളാർമല സ്കൂൾ അധ്യാപകർ വിദ്യാർത്ഥികളെ അനുസ്മരിക്കാൻ ബെയിലി പാലത്തിലെത്തി. ടീച്ചിങ് ഞങ്ങൾ ആസ്വദിക്കാൻ, വെള്ളാർമലയിൽ അധ്യാപകരെല്ലാം ജോലിയല്ലായിരുന്നു, ടീച്ചിങ് ഒരു ആസ്വാദനമായിരുന്നു. അങ്ങനെ ഇവിടെ വന്നവരാരും പോവില്ല. ഒരു ജീവിതം ആയിരുന്നു ഇവിടെ ജീവിക്കാൻ പറ്റി.
മേപ്പാടി MSC ഓഡിറ്റോറിയത്തിലും അനുസ്മരണ സമ്മേളനം നടന്നു. ടീം 24 വയനാട്. ആളൊഴിഞ്ഞ മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്ത് ഉറ്റവരെയും കാത്തിരിക്കുന്ന വളർത്തുമൃഗങ്ങൾക്ക് കഴിഞ്ഞ 9 മാസമായി മുടങ്ങാതെ ഭക്ഷണം കൊടുക്കുകയാണ് വിനുലാൽ എന്ന ചെറുപ്പക്കാരൻ. ദുരന്തത്തിൽ കുടുംബത്തിലെ 9 പേരെ നഷ്ടപ്പെട്ട വിനുലാൽ വാടകയ്ക്ക് താമസിക്കുന്ന കമ്പളക്കാട് നിന്നുമാണ് വളർത്തുമൃഗങ്ങൾക്കുള്ള ഭക്ഷണവുമായി ദിവസേന എത്തുന്നത്. മരണത്തിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട വിനുലാലും കുടുംബവും സർക്കാരിന്റെ പുനരധിവാസ പട്ടികയ്ക്ക് പുറത്താണ്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന് ഒരാണ്ട്. കഴിഞ്ഞ 9 മാസമായി ചൂരൽമലയിൽ നിന്ന് മുടങ്ങാതെ മുണ്ടക്കൈയിലേക്ക് വരുന്ന ഒരു ഓട്ടോറിക്ഷയുണ്ട്, നിഷാദിന്റെ ഓട്ടോറിക്ഷ. അതിനുള്ളിൽ ഒരു യുവാവിനെയും കാത്ത് മുണ്ടക്കൈയിൽ നിരവധി ജീവനുകൾ ഇരിപ്പുണ്ട്. മുണ്ടക്കൈ സ്വദേശി വിനുലാൽ ദുരന്തത്തിൽ സർവ്വതും നഷ്ടപ്പെട്ടതിനെ തുടർന്ന് കമ്പളക്കാട് വാടകയ്ക്ക് താമസിക്കുന്നു. കമ്പളക്കാട് നിന്ന് ചൂരൽമലയിലെത്തി നിഷാദിന്റെ ഓട്ടോ വിളിച്ച് മുണ്ടക്കൈയിലേക്ക്. ദുരന്തം അനാഥമാക്കിയ ചൂരൽമലയിലെ നായ്ക്കൾക്കും മുണ്ടക്കൈയിലെ വളർത്തുപൂച്ചകൾക്കും ഭക്ഷണവുമായുള്ള വരവാണ്. ദിവസേന മുടങ്ങാതെയുള്ള യാത്ര. ഉരുളോട്ടിന് ശേഷം ഞാനൊരു 3 മാസം കഴിഞ്ഞിട്ടാണ് നമ്മുടെ നാട്ടിൽ വരുന്നത്. അന്ന് കണ്ട കാഴ്ച പറഞ്ഞു കഴിഞ്ഞാൽ എല്ലും കൊട്ടയായിട്ട് ഭക്ഷണമൊന്നും ഇല്ലാണ്ട് കണ്ണൊക്കെ പുറത്താടിയിട്ടുള്ള ഒരു കാഴ്ചയാണ് കണ്ടത്. അപ്പോൾ ഞാൻ ഒന്നാമത് മൃഗസ്നേഹിയാണ്. അങ്ങനെ പട്ടിണിയായിട്ട് കുറെ പൂച്ചകളെ ചത്തുപോയി. പിന്നെ അതിനുശേഷം ഇതുവരെയ്ക്കും മുടങ്ങാണ്ട് ഞാൻ വീട്ടിൽ നിന്ന് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ഇവിടെയുള്ള പൂച്ചകൾക്കും അതുപോലെ തന്നെ ചൂരമലുള്ള നായ്ക്കൾക്കും മുടങ്ങാണ്ട് ഇതുവരെയ്ക്കും ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. മുണ്ടക്കൈ പള്ളിക്കു സമീപം പാടിയിലാണ് വിനുലാലും മാതാപിതാക്കളും താമസിച്ചിരുന്നത്. മരണം മലയിറങ്ങിയ രാത്രി ജീവനും കൊണ്ടോടി. പുഞ്ചിരിമട്ടത്ത് താമസിച്ചിരുന്ന വിനുലാലിന്റെ പിതൃ സഹോദരങ്ങളെയും കുടുംബങ്ങളെയും ഉരുളെടുത്തു. 9 പേരെ നഷ്ടപ്പെട്ടു. ജീവിത സമ്പാദ്യം മുഴുവൻ കൊണ്ട് സ്വരുക്കൂട്ടിയ 5 സെന്റ് ഭൂമിയും അപ്രത്യക്ഷമായി. പക്ഷേ വിനുലാൽ ഇന്നും സർക്കാരിന്റെ പുനരധിവാസ പട്ടികയ്ക്ക് പുറത്ത്. നിലവിൽ ഇവിടെ ഇനി താമസിക്കുക എന്ന് പറയാൻ പറ്റില്ല. കാരണം നമ്മളെ കൂടപ്പുറപ്പുകളും സുഹൃത്തുക്കളും ഇവിടെ ഉള്ളവർ പല മാനസികാവസ്ഥയിലാണ്. ഈ മുണ്ടക്കായി വാഷൌട്ടായ ഈ സ്ഥലത്ത് പിന്നെ താമസിക്കാൻ പറ്റില്ല എന്ന് എല്ലാവർക്കും അറിയാം. എന്നിട്ട് പോലും കറക്റ്റായിട്ടുള്ളൊരു ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാൻ പറ്റാത്തത് വളരെ ഒരു അപകടമാണ്. വളരെ വിഷമമുണ്ട് ആ കാര്യത്തിൽ. സൽപ്രവർത്തി ചെയ്യുന്ന വിനുലാൽമാരുടെ കയ്യിൽ നിന്ന് കൂലി വാങ്ങാൻ നിർബന്ധിതരാകുന്ന എത്രയോ ഓട്ടോ ഡ്രൈവർമാർ ചൂരൽമലയിലുണ്ട്. ജീവിക്കാൻ വഴിമുട്ടിയവർ. പിന്നെ രാവിലെ വരുമ്പോൾ ഒരു പ്രതീക്ഷയാണ്, ഒരു ഓട്ടോ ഇവൻ്റെത് കിട്ടും. അങ്ങനെ ഇപ്പോൾ ഞങ്ങളെ ഓട്ടോക്കാരുടെ കാര്യം വളരെ മോശമാണ്. സർക്കാർ 9,000 തരാമെന്ന് പറഞ്ഞാൽ അത് തരുന്നില്ല. രാവിലെ വന്ന് വൈകുന്നേരം വരെ ഞങ്ങൾ 8-10 വണ്ടികളുണ്ട്. രാവിലെ മുതൽ ഇങ്ങനെ ഇരിക്കും. മുണ്ടക്കൈയിൽ നിന്നും അഭിലാഷ് തൊഴുവൻകൊടിനൊപ്പം അലക്സ് റാം മുഹമ്മദ്, 24. നാസ ഇസ്രോ ആദ്യ സംയുക്ത ബഹിരാകാശ ദൌത്യമായ നൈസർ ഉപഗ്രഹം വിജയകരമായി വിക്ഷേപിച്ചു. ശ്രീഹരിക്കോട്ട സതീഷ് ധവാൻ സ്പേസ് സെന്ററിലെ 2ാം വിക്ഷേപണ തറയിൽ നിന്ന് ISROയുടെ GSLV F-16 റോക്കറ്റ് ഉപയോഗിച്ചായിരുന്നു വിക്ഷേപണം. 747 കിലോമീറ്റർ അകലെയുള്ള സൗരസ്ഥിര ഭ്രമണപഥത്തിൽ 18 മിനിറ്റ് കൊണ്ട് നൈസറിനെ GSLV വിക്ഷേപിച്ചു. GSLVയുടെ ആദ്യ സൗരസ്ഥിര ഭ്രമണപഥ ദൌത്യം കൂടിയാണ് ഇത്. That's a magnificent of the GSLV F-16 NISAR mission. The deafening roar of GSLV and beautiful silhouette brightening the Sriharikota sky. ഭൗമ ഉപരിതലത്തിന്റെ അതിസൂക്ഷ്മ നിരീക്ഷണം സാധ്യമാക്കുന്ന നൈസർ ഇരട്ട ഫ്രീക്വൻസി റഡാർ സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്ന ആദ്യ ഉപഗ്രഹമാണ്. S ബാൻഡ് റഡാർ ISROയും L ബാൻഡ് റഡാർ നാസയുമാണ് വികസിപ്പിച്ചത്. ഓരോ 12 ദിവസത്തിലും 2 തവണ ഭൂമിയെ മുഴുവനായി നിരീക്ഷിച്ച് വിവരങ്ങൾ കൈമാറുന്ന വിധത്തിലാണ് നൈസറിന്റെ പ്രവർത്തനം. കര, മഞ്ഞുപാളി, ഭൂഗർഭജലം, ജൈവ ആവാസ വ്യവസ്ഥ എന്നിവയിലെ ചെറിയ മാറ്റങ്ങൾ പോലും ഹൈ റെസല്യൂഷനിൽ നൈസർ ഒപ്പിയെടുക്കും. ഭൂകമ്പം, സുനാമി, മണ്ണിടിച്ചിൽ, അഗ്നിപർവ്വത സ്ഫോടനം തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങളെ മുൻകൂട്ടി മനസ്സിലാക്കാൻ ഈ വിവരങ്ങൾ ഉപകരിക്കും. ദൌത്യം വിജയകരമായി പൂർത്തിയാക്കിയതിൽ ISRO, നാസ ശാസ്ത്രജ്ഞർ ആഹ്ലാദം പങ്കുവച്ചു. This is the first GSLV mission to the Sun synchronous polar orbit. Till date, all the GSLV missions have been to GTO. Being the first SSPO mission, several analysis. NISAR satellite is a significant milestone for both Department of Space and NASA JPL, being the first joint development project undertaken by the 2 major spacefaring nations. NISAR is an all-weather, day-night imaging satellite that will scan the entire Earth at 12-day interval.
കേരള സർവകലാശാലയിൽ സർക്കാരിന്റെ അനുനയ നീക്കം തുടർച്ചയായി തള്ളിയ VC മോഹനൻ കുന്നുമ്മൽ അധികാരം ഉറപ്പാക്കാനുള്ള നീക്കം ശക്തമാക്കി. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഫോണിൽ ബന്ധപ്പെട്ടുവെങ്കിലും KS അനിൽകുമാറിനെ അംഗീകരിക്കില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു VC. ഇന്ന് സർവകലാശാല ആസ്ഥാനത്തെത്തി മോഹൻ കുന്നുമ്മലിനെ SFI പ്രവർത്തകർ വഴിയിൽ തടഞ്ഞു. സർവകലാശാല പ്രതിസന്ധിയിൽ വീണ്ടും സമവായ ശ്രമവുമായി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R. ബിന്ദു VC മോഹനൻ കുന്നുമ്മലുമായി ഫോണിൽ ബന്ധപ്പെട്ടു. പക്ഷേ നീക്കം VC തള്ളി. രജിസ്ട്രാറുടെ സസ്പെൻഷൻ അംഗീകരിക്കാതെ സമവായം സാധ്യമല്ല എന്ന നിലപാടിൽ തുടരുകയാണ് VC. സർവകലാശാലയിലെത്തിയ VC ഫയൽ നീക്കവുമായി ബന്ധപ്പെട്ട നിർണായക തീരുമാനങ്ങളും എടുത്തു. കഴിഞ്ഞ ദിവസം KS അനിൽകുമാർ അയച്ച യൂണിവേഴ്സിറ്റി യൂണിയൻ ഫണ്ടിലേക്കുള്ള ഫയൽ VC തിരിച്ചയച്ചിരുന്നു. എന്നാൽ ഇന്ന് രജിസ്ട്രാർ ഇൻചാർജ് മിനി കാപ്പൻ നൽകിയ അപേക്ഷ അംഗീകരിച്ച് ഫണ്ട് VC പാസാക്കുകയും ചെയ്തു. ഇന്ന് തന്നെ യൂണിയൻ ഫണ്ടിനുള്ള തുക കൈമാറാനും VC ഫിനാൻസ് ഓഫീസർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. VCയുടെ നിർദ്ദേശം ലംഘിച്ച് അനിൽകുമാറിന് ഫയലുകൾ നൽകിയതിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാനുള്ള നീക്കത്തിലാണ് മോഹനൻ കുന്നുമ്മൽ. ഇതോടെയാണ് SFIയും സമരം ഘടിപ്പിച്ചത്. ഓഫീസിൽ നിന്നും മടങ്ങിയ വൈസ് ചാൻസലറെ SFI പ്രവർത്തകർ വഴിയിൽ തടഞ്ഞു. തിരുവനന്തപുരം. ശ്രീനാരായണ ഓപ്പൺ സർവകലാശാലയിൽ പഠിച്ച വിദ്യാർത്ഥികൾക്ക് കേരള സർവകലാശാലയിൽ തുടർ പഠനാനുമതി നിഷേധിക്കുന്നതിൽ ഇടപെട്ട് കേരള സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ നാളെ ഡീൻസ് കൌൺസിൽ യോഗം വിളിച്ചു. ഓപ്പൺ സർവകലാശാല പ്രതിസന്ധി ചർച്ച ചെയ്യാൻ വേണ്ടി മാത്രമാണ് യോഗം. 24 ഇംപാക്ട്. ശ്രീനാരായണ ഓപ്പൺ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ VP ജഗതിരാജ് ഇന്ന് കേരള സർവകലാശാലയിലെത്തി മോഹനൻ കുന്നുമ്മലുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഡീൻസ് കൌൺസിൽ യോഗം വിളിക്കാൻ തീരുമാനിച്ചത്. നാളെ 10:30 വൈസ് ചാൻസലറുടെ ചേംബറിലാണ് യോഗം. ശ്രീനാരായണ ഓപ്പൺ സർവകലാശാലയിൽ പഠിച്ച വിദ്യാർത്ഥികളുടെ തുടർ പഠന വിഷയം മാത്രമാണ് നാളെ ചർച്ചയ്ക്കെടുക്കുന്നത്. വിദ്യാർത്ഥികളുടെ പരാതിയിൽ അനുകൂല ഇടപെടലുണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്ന് ശ്രീനാരായണ ഓപ്പൺ സർവകലാശാല വൈസ് ചാൻസലർ അറിയിച്ചു. ശ്രീനാരായണയിൽ പഠിച്ച വിദ്യാർത്ഥികളുടെ തുടർ പഠനാവകാശം നിഷേധിക്കില്ലെന്നും വിഷയത്തിൽ വ്യക്തത വരുത്തുമെന്നും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു. 24 തിരുവനന്തപുരം. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തെ വിമർശിച്ച് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ദുരന്തഭൂമിയിൽ നല്ലൊരു ലീഡർഷിപ്പിന്റെ അഭാവമുണ്ടായിരുന്നു. ഉദ്യോഗസ്ഥർക്ക് പലപ്പോഴും കൃത്യമായ മറുപടി ലഭിച്ചില്ല എന്നും ഗവർണർ ആരോപിച്ചു. All the government officers, they just giving me excuses. Sir, this has not been done and this has not come and we could not do this. There is where management and leadership lacks. There is no leadership, there is no management here. MG പ്രതീഷ് ചേരുകയാണ്. പ്രതീഷ്, ഏത് സാഹചര്യത്തിലാണ് ഈ വിമർശനം? പ്രവിധ, തിരുവനന്തപുരത്ത് നടന്ന ഒരു പരിപാടിക്കിടെയാണ് വയനാട് ദുരന്തത്തെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ പരാമർശിച്ചത്. ഈ നേതൃപാഠവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്ന ഘട്ടത്തിലാണ് വയനാട് ദുരന്തം ഒരു ഉദാഹരണമായി ഗവർണർ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. വയനാട് ദുരന്തത്തിൽ താൻ 2 തവണ അതിന് പിന്നാലെ അവിടെ സന്ദർശനം നടത്തിയിരുന്നു. അവിടെ നിന്ന് താൻ മനസ്സിലാക്കിയത് നേതൃപാഠവത്തിൻ്റെയും മാനേജ്മെൻറ്റും രണ്ടും ഉണ്ടായിട്ടില്ല എന്നതാണ് അവിടെ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ള കാര്യം. അവിടെ ഉണ്ടായിരുന്ന ആളുകളോടും ഉദ്യോഗസ്ഥരോടും സംസാരിച്ചു. ഉദ്യോഗസ്ഥർ പലപ്പോഴും എക്സ്ക്യൂസുകൾ പറയുക മാത്രമാണ് ഉണ്ടായത് എന്നതാണ് പ്രധാനമായും ഗവർണർ പറയുന്നത്. കൃത്യമായൊരു നേതൃപാഠവുമോ അല്ലെങ്കിൽ ഒരു മാനേജ്മെന്റോ ഈ ദുരന്ത മേഖലയിൽ ഉണ്ടായിരുന്നില്ല എന്ന് ഗവർണർ വിമർശിക്കുന്നുണ്ട്. ഒപ്പം ഓപ്പറേഷൻ സിന്ദൂറുമായി ഇതിനെ താരതമ്യം ചെയ്യുന്നുണ്ട്. കൃത്യമായൊരു മാനേജ്മെന്റിന്റെ ഉദാഹരണമായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ എന്നും എവിടെ തുടങ്ങണമെന്നും എവിടെ നിർത്തണമെന്നും ഓപ്പറേഷൻ സിന്ദൂറിലൂടെ നമുക്ക് ബോധ്യപ്പെട്ടു എന്നും ഗവർണർ പറയുന്നുണ്ട്. പക്ഷേ വയനാട് ദുരന്തത്തിൽ അത്തരത്തിലൊരു മാനേജ്മെന്റ് സിസ്റ്റം ഉണ്ടായിരുന്നില്ല എന്നതാണ് ഗവർണറുടെ വിമർശനം. പ്രവിധ, പ്രതീഷ് തുടരുക. മറ്റൊരു വാർത്തയുടെ കൂടി വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഫണ്ട് തട്ടിപ്പിൽ വ്യാപക അറസ്റ്റ്. 12 പേരെയാണ് വിജിലൻസ് പിടികൂടിയത്. വിവരങ്ങളുമായി MG പ്രതീഷ് ചേരുകയാണ്. പ്രതീഷ്, ആരൊക്കെയാണ് നിലവിൽ പിടികൂടിയിരിക്കുന്നത്? എന്തൊക്കെയാണ് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ?
പ്രവിധ SC/ST ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട തിരുവനന്തപുരം കോർപ്പറേഷനിൽ നേരത്തെ വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. 2022 കാലം മുതൽ നടന്ന അഴിമതിയുടെ വിവരങ്ങളായിരുന്നു പുറത്തു വന്നിരുന്നത്. ആ ഘട്ടത്തിൽ ഉൾപ്പെടെ ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ വിജിലൻസ് ഒരു കടുത്ത നടപടികളിലേക്ക് കടന്നത്. ഈ സംഭവത്തിൽ 12 പേരാണ് വിജിലൻസിന്റെ പിടിയിലായിരിക്കുന്നത്. ഈ അറസ്റ്റിലായത് 2 കോർപ്പറേഷൻ ജീവനക്കാരും ഏജന്റുമാരും ഉൾപ്പെടെയുള്ളവരാണ്. ഇതിന് പുറമെ പട്ടം സർവീസ് സഹകരണ ബാങ്ക് മാനേജരും പിടികൂടിയിട്ടുണ്ട്. ഈ SC/ST BPL ഫണ്ടുകളിൽ നിന്നാണ് പ്രധാനമായും തട്ടിപ്പ് നടത്തിയിട്ടുള്ളത്. ഈ SC/ST കുടുംബങ്ങൾക്ക് അല്ലെങ്കിൽ ഗുണഭോക്താക്കൾക്ക് ഉപകാരപ്പെടുന്ന ഫണ്ട് ഉദ്യോഗസ്ഥരും ജീവനക്കാരും ചേർന്ന് അവരുടെ അക്കൗണ്ടുകളിലേക്ക് മാറ്റിയെടുത്തു എന്നതാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയത്. അതിന് കൂട്ടുനിന്ന ഈ ബാങ്ക് ജീവനക്കാരെ ഉൾപ്പെടെയാണ് ഇപ്പോൾ വിജിലൻസ് പിടികൂടിയിരിക്കുന്നത്. വിവരങ്ങൾ നൽകിയത്. 24 റൗണ്ട് പൂർണ്ണമാകുന്നു.